ഇന്നൊരു അവധിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉച്ച വരെ കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യാം, എവിടെ പോകുന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു ജെയിൻ ടെമ്പിളാണ്. ട്രിവാൻഡ്രം സൈഡിലുള്ള ഭയങ്കര ഒരു എന്താ പറയുക, നേച്ചറുമായിട്ട് ഭയങ്കര ബ്ലെൻഡായി കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. എനിക്കിങ്ങനെ പുരാതനമായിട്ടുള്ള കോട്ടകളും കൊട്ടാരങ്ങൾ, അമ്പലങ്ങൾ, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ദൂരം നമ്മൾ മല കയറി ഇങ്ങനെ നടന്ന് വരണമെന്നുണ്ടായിരുന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പം ഇത് നമ്മുടെ 3/4 ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി കയറുമ്പോഴാണ് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഷോ ഒക്കെ കാണിച്ച് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെയും നടന്ന് കുറച്ചും കൂടി നടന്ന് ചെല്ലുമ്പോഴാണ് ആ ഒരു ടെമ്പിൾ വരുന്നത്. അപ്പം ആ നടന്ന് പോകുന്ന ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക ഇങ്ങനെ ഗാർഡൻ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് കുറേ ഷോ കാണിച്ച് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിശ്രമങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വേറൊരു സ്പോട്ട് കണ്ടു. അങ്ങനെ സ്പോട്ടുകൾ മാറി ഇരുന്ന് ഈ ഷോ കാണിക്കുന്നത് നമ്മൾ എവിടെ ചെന്നാലും ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി. ഇത് കഴിഞ്ഞിട്ടും നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് കുറേ കൂടി മേലോട്ട് കയറി വരുമ്പോഴാണ് ഇതൊക്കെ ടെമ്പിളിൻ്റെ പാർട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ മലകൾക്ക് അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിൽ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് എന്താ പറയുക കുത്തുപണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള രസമുള്ള എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടാൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു എന്താ പറയുക സ്ഥലത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലെ ഫീൽ ചെയ്യും. അത്രയ്ക്ക് കാണാൻ ഈ മലയുടെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കാണാൻ വേണ്ടി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4:30-5 മണി ആ സമയത്താണ് ചെന്നത്. പക്ഷെ 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. അപ്പം 4:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ മേളിൽ ചെന്നത്. കുറച്ച് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ അമ്പലം. ഈ അമ്പലം നിൽക്കുന്നത്, ഇതാണ് എൻ്റെ മെയിൻ ബിൽഡിങ്, ഇതാണ് അമ്പലം. അപ്പം അമ്പലത്തിനോട് അടുത്ത് തന്നെ പാറയിൽ തന്നെ ഒരു കുളമുണ്ട്. കുളത്തിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നില്ലെന്ന് പറയാം. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് റീൽസൊക്കെ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും കറക്റ്റായിട്ട് ധൃതി വെച്ച് എന്താ പറയുക ചെയ്തുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ പോസ് ചെയ്യുന്നതാണിത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കാണാം, എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങണമെന്ന് പറഞ്ഞു. മീൻസ് ആ ടൈമായി. അപ്പം അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. വാച്ച്മാൻ വന്നിട്ട് ഓക്കെ ടൈം കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയിരുന്നു. അപ്പം കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു. പക്ഷെ ഉച്ച സമയത്ത് വെയിൽ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇറങ്ങി വന്നപ്പം താഴെ ഒരു പട്ടിക്കുട്ടനുണ്ടായിരുന്നു. അവന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. അപ്പം ഇവിടെ പോകണം എന്നുള്ളൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഒരു 5 o'clock വരെ ഉള്ളൂ. 5 o'clock ആകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുന്നേ പോവുക. ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. നാളെ ഓഫീസുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. നല്ല ടയർഡായിട്ടോ, നടന്ന് നല്ല ടയർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.